പ്രണയരാഗത്തിലെ കല്യാണിയായിട്ട് കളിച്ച. മാഡം, എനിക്ക് എന്റെ ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. അതിനല്ലേ ഞാനിവിടെ ഇരിക്കണത്. ഈ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്റെ എല്ലാ വിഷമങ്ങളും ഈ എന്നോട് പറഞ്ഞു. പറയും. അല്ലെങ്കിൽ ആരാന്റെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനേ കുറച്ചിത് കൂടുതലാണ്. ആ കുൽസിനും കൂടി കൂടെ കൂട്ടാൻ മതിയായിരുന്നു. പറയും. ഇതിപ്പോ ഇതിന് പറയാൻ വന്നിട്ട് കരയണത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാട്ടിയോ? എനിക്ക് പെണ്ണുങ്ങളാകുമ്പോ ഇങ്ങനെ വെറുതെ ആവശ്യമില്ല അതങ്ങനെ കരയാനും പിടിക്കാനും നിൽക്കരുത്. എനിക്ക് എന്താ പ്രശ്നം എന്നത് എന്നോട് പറയും. ഞാൻ എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരാം. എന്റെ കെട്ടിയവന് എന്നും സമ്പാദിച്ചിട്ട് എനിക്ക് പൈസ തരും. എന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കാണ് ആർക്കാ സങ്കടം വരാണ്ടിരിക്കുക. കെട്ടിയ സമ്പാദിച്ച പൈസ ഓൻ തിരിച്ചു വയ്ക്കണേന് ഇവളെന്തിനാ ഇരുന്ന് കരയണത്? ഇത് മാത്രമാണോ എന്റെ പ്രശ്നം? തീർന്നിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം പേരെന്ന് 12 മണി വരെ കടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു 11:55 വിളിക്കാൻ തുടങ്ങി. സുബ്ഹാനായ തമ്പുരാനെ, പെണ്ണുങ്ങൾ ഇങ്ങനെ 12 മണി വരെ കടന്നുറങ്ങി. ചട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടാക്കി എന്റെ ചന്തിമൊക്കെ വെച്ചാൽ തന്നെ ഇവിടെ ഓട്ടിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ എന്റെ കെട്ടിയോൻ എന്നോട് ഇത്ര ദേഷ്യം. വേറെന്താ എന്റെ പ്രശ്നം? ഞാൻ എന്റെ കെട്ടിയോനോട് പറഞ്ഞു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് മതി കുട്ടികള് എന്ന്. പക്ഷെ കെട്ടിയോൻ പറയാണ് ഇപ്പൊ തന്നെ കുട്ടികള് വേണം. അങ്ങനെയാണ് പെൺകുട്ടികള്. കല്യാണം കഴിഞ്ഞാൽ കുട്ടികളാവണം. ഇത് ഇങ്ങനെ കുറെ കാലത്തിന് ഇങ്ങനെ നീട്ടി വെക്കല്ലേ വേണ്ടത്. പഠിച്ചോനെ, പിന്നെ കുറെ കാലത്തിന് നീട്ടി വെച്ച കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുട്ടികളൊന്നും ഇല്ലാത്തതാണ്. അന്നെ എന്റെ കെട്ടിയോ ഒഴിവാക്കുന്നതാ നല്ലത്. ഒരു കാര്യം ചെയ്യിച്ച് അങ്ങോട്ട് പോയി കൊടുത്താളാ. അതാവുമ്പോ പിന്നെ ആ ചെറുക്കനെങ്കിലും കുറച്ച് സമാധാനം കിട്ടും. ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ തലക്ക് ഭ്രാന്തളകുന്നുണ്ട്. ഇതിപ്പോ ഞാൻ എന്റെ പ്രശ്നം പറയാനുള്ളത് ഞാൻ ഇപ്പൊ മേഡത്തിനെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ. മേഡം, ഞാൻ പോവാട്ടോ. എനിക്ക് കൊറേ കാര്യം പറയാനുണ്ട്. എനിക്ക് പെട്ടെന്ന് പോണം. ഇതുപോലെ ഗുജറാത്തി സ്റ്റൈലുള്ള വല്ല കല്യാണ പെണ്ണിട്ട് ഇറങ്ങി വന്നതാണോ? ഇതെന്ത് ഇങ്ങനെ ഇരിക്കണത്? അല്ല, ഇവിടെ ഞാനല്ലേ ഡോക്ടർ. ഇവിടെ എന്നിട്ട് ആരും എന്നോട് കൽപ്പിക്കാൻ? അതെ, ഇവിടെ ഞാനാണ് ഡോക്ടർ. അപ്പൊ എന്റെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ നടന്നാൽ മതി. അല്ലാതെ എന്റെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചിട്ടേ ഇവിടെ പെരുമാറാൻ ആർക്കും സൗകര്യമല്ല. യുനോ, ഞാനൊരു സിനിമ നടിയാണ്. സിനിമ നടി. ഞാൻ എന്റെ സിനിമയിലെടുത്ത പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിട്ടാ വന്നത്. ഒരു ഫോട്ടോയോ സെൽഫിയോ എടുത്തിട്ട് വല്ല വാട്സപ്പിൽ സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുൽസുന്റെ ഒക്കെ മുമ്പിൽ കുറച്ച് ഇങ്ങനെ തക്കി നിൽക്കാൻ പറ്റും. നമുക്ക് പ്രശ്നങ്ങളൊക്കെ പിന്നെ പറയാം. നമുക്കൊരു സെൽഫി എടുത്താലോ? സോ സെൽഫി എടുക്കാതെ നേരമൊന്നുമില്ല. എനിക്കൊരു ഷൂട്ടിങ്ങിന്റെ ടൈമായി. ഞാൻ എന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പെട്ടെന്ന് പോവാണ്. അങ്ങനെ പറയരുത്. നമുക്കൊരു സെൽഫി എടുക്കണം. സെൽഫി എടുത്തേ പറ്റുള്ളൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്ത് പ്രത്യേകിച്ച് പറയരുത്. നമുക്കൊരു സെൽഫി എടുക്കണം. സെൽഫി എടുക്കുക. നോക്കി ശരിക്കും ഇങ്ങനെ ഇവിട്ടില്ല. ഇങ്ങനെ അല്ലെങ്കിലേ സിനിമയിലെ ആരെങ്കിലും തൊട്ട അവിഹിതാണ്. പിന്നും കൂടി അറിഞ്ഞ എന്റെ ഫാൻസ് ഒക്കെ എന്ത് എഴുതുന്നാണ്. അവിഹിതം അങ്ങനെ പെണ്ണുങ്ങൾ പറയാൻ പാടുവോ? അല്ലെങ്കിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി നമ്മുടെ ചന്തപ്പെണ്ണുങ്ങളെ സ്വഭാവം എടുപ്പിക്കാൻ നിൽക്കരുത്. എനിക്ക് തന്നെ വർത്താനൊക്കെ പറയാനറിയാം. എന്റെ ഫാൻസുകാർക്ക് അറിഞ്ഞ എന്നെ പഞ്ഞിക്കിടും. അന്നേന്നോ? ഞാനാണ് ഇവിടെ ഡോക്ടർ. സിനിമയ്ക്ക് അങ്ങ് സിനിമാ സെറ്റില് വെറുതെ എന്റെ അടുത്ത് സൈനബാനോട് കളിക്കാന്നൊക്കെ ഉണ്ടാ. ഞാൻ പുൽസൂനെ ഒരു ഫോണെങ്ങാനും വിളിച്ചിവിടെ വെത്തിക്കണേ. അല്ലെങ്കിൽ നല്ല പ്രശ്നങ്ങൾ ഒന്നും ഇതാവില്ല. ഈ ആണുങ്ങളെ തൊട്ടിട്ടും ആണുങ്ങളൊക്കെ പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി ഇങ്ങനെ ഹറാമായ രീതിയിൽ ഉണ്ടാക്കുന്ന പൈസ ഇല്ലേ? അപ്പൊ എനിക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാവും. ഈ ഒരു കാലത്ത് നന്നാവൂലടി. നന്നാവൂല പറഞ്ഞാൽ നന്നാവില്ല. അറിയുള്ളൂ. പക്ഷെ എന്നെ എത്ര പേർക്ക് അറിയാനാവോ? പോയോ? ഓളിവിടെ എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ സിനിമാക്കാരെ ജാടയൊക്കെ കാണിക്കാനായിട്ട് ഇങ്ങനെ 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 നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ കണ്ണി കണ്ട ചെക്കന്മാരെ മുഴുവൻ തൊട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടല്ലേ ഓള് ഇങ്ങനെ കായതോ? അങ്ങനെ തന്നെ വേണം നോക്ക്. എന്തെങ്കിലും ഹറാമായ രീതിയിൽ കൂടെ പൈസ ഉണ്ടാവണം. നോക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരു കാലത്തോളം പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല. അപ്പൊ ഗൈസ്, സ്കിറ്റ് മൊത്തത്തിൽ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. കണ്ടവരാണെങ്കിൽ മനസ്സിലാവും ഇതിനൊരു എൻഡിങ് ഇല്ല എന്നുള്ളത്. സത്യമാണ്, ഇത് എൻഡ് ആയിട്ടില്ല. ഇത് പകുതി വരെ എത്തിയിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഇത് മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞിട്ട് മഴ പെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് മൊത്തം കോളേജിൽ കുറെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എക്സാം ആയി. അങ്ങനെ നമുക്ക് ഈ ഒരു സ്കിറ്റ് മുഴുവിപ്പിക്കാനേ പറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല വിഷമമായി. കാരണം ഞാൻ കുറെ നേരം ആലോചിച്ചൊരു ടോപ്പിക് ആയിരുന്നു. ഒരു വെറൈറ്റി ഒക്കെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ
അതിന്റെ ബേസ് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയത് മുഴുവിപ്പിക്കാനേ പറ്റിയിട്ടില്ല. അപ്പം അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് ഇനി. പിന്നെ അത്രയും ദിവസം മുമ്പ് എടുത്ത ഒരു ക്ലിപ്പല്ലേ, അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എടുക്കുമ്പോൾ അന്നത്തെ ഒരു മൂഡും അന്നത്തെ ഒരു അഭിനയം പോലെ ആയിരിക്കില്ല ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡും മൂഡും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മാറിപ്പോകും. അപ്പൊ ഇതൊരു വൃത്തി ഉണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നല്. അപ്പൊ ഞാൻ വിചാരിച്ചു മൊത്തത്തിലാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്നേന്നത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാന്ന്. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നിന്നപ്പോൾ എനിക്ക് മനസ്സേ വരുന്നില്ല. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എടുക്കണതാണല്ലോ, ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി മാറ്റി ഒരുങ്ങി. ഇപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ മാറ്റി ഒരുങ്ങി എത്തുമ്പോൾ കുറേ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എനിക്കിത് കളയാനുള്ളൊരു മനസ്സുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണമെങ്കിൽ രണ്ടെണ്ണം അതെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിലൊരു 5 ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഉള്ള ക്യാരക്ടറിങ്ങിൽ തന്നെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇതിങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടി അവിടെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ, ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ എന്താ പറയാ കംപ്ലീറ്റ്ലി ഒക്കെ ഒന്ന് മായ്ച്ചു തുടച്ചിട്ട് വൃത്തിയിൽ അഭിനയിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇടുന്നതായിരിക്കും. ഇഷ്ടമാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ പറയാൻ മറക്കണ്ട. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.